ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്കൊരു ബീട്രൂട്ട് പച്ചടി ആയാലോ. അപ്പോൾ ഞാൻ ബീട്രൂട്ടൊക്കെ എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ മറ്റേ ചീവുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് കൈ കൊണ്ട് തന്നെ കുനുകുനാ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പം നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, ഒരുപാട് തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും 2-3 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വേവുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. വെള്ളം പറ്റിയിട്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ആ സമയമാണ് നമുക്ക് ഈ തേങ്ങയും ഇഞ്ചിയും അതുപോലെ 2-3 പച്ചമുളകോടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് കടുക് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ സാധാ പച്ചടിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് കടുക് കൂടെ ചേർത്തിട്ടാണല്ലോ അരയ്ക്കാറ്. അപ്പം ഞാൻ കടുകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ കുറച്ച് വെള്ളവും ഇഞ്ചിയും പച്ചമുളകും മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതോടെ അരച്ച് നല്ല പേസ്റ്റാക്കി ഇങ്ങനെ ഈ പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് വെന്തോന്ന് നോക്കിയപ്പം ബീട്രൂട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ വെള്ളം ഒന്നുകൂടെ പറ്റുമെന്ന് വിചാരിച്ച് വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം സാധാരണ എനിക്ക് എൻ്റെ തൈര് എന്ന് പറഞ്ഞാൽ കട്ടിത്തൈരല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ വെള്ളം പറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സാധാരണ കട്ടിത്തൈര് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പരുവത്തിൽ തന്നെ നിർത്തിയേക്കാം. ഈ പരുവത്തിൽ തന്നെ നിങ്ങൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ബീട്രൂട്ടിൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഉണ്ടാക്കാൻ ഒരു റീസണും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ആറന്മുള സദ്യ കഴിക്കാൻ പോയപ്പോൾ അവിടെ ഇതുപോലെ ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോഴത്തേന് ഇവിടെ ഒരാൾ പിങ്കുകാരിയാണ് കേട്ടോ. എല്ലാ കളറൊക്കെ എന്ത് സാധനം വാങ്ങിച്ചാലും പിങ്ക് വേണം, എന്ത് ഡ്രസ്സ് ഇട്ടാലും പിങ്ക് വേണം, എന്ത് മുട്ടായി കഴിച്ചാൽ പോലും പിങ്ക് എന്ന് പറയുന്നൊരു പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൾ അന്ന് ആ പിങ്ക് കളറിൽ കറി കഴിച്ചപ്പോൾ അവൾക്ക് ആ പിങ്ക് കളറിൽ കറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തൈരല്ല കേട്ടോ, മോരാണുള്ളത്. അപ്പം ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കിയിട്ട് ആ മോരൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. മോരല്ല ഒഴിക്കേണ്ട, തൈരാണ് ഒഴിക്കുന്നത്. എനിക്ക് മോരുള്ളതുകൊണ്ടാണ് ഞാൻ മോര് ഒഴിച്ചത്. അതുകൊണ്ട് ഞാൻ റീസൺ പറഞ്ഞല്ലോ, നല്ലപോലെ പറ്റിച്ചെടുക്കാൻ കാരണം ഇതാണ് കേട്ടോ, മോരായതുകൊണ്ട് മാത്രം. തൈരാണെങ്കിൽ അത്രയും കുറച്ച് വെള്ളം ഇരിക്കുന്നത് നല്ലതാണ്, കുറച്ചൊന്ന് ലൂസായി കിട്ടണമെങ്കിൽ. ഇതിപ്പം നമ്മൾ പച്ചടി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ലൂസായിക്കോളൂ കേട്ടോ. അപ്പം നമ്മുടെ പച്ചടിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം താളിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ തൈരും ബീട്രൂട്ടും ആണല്ലോ ഉപയോഗിക്കുന്നത്. തൈരാണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും കുട്ടികൾക്ക് നല്ലതാണ് കഴിക്കാൻ. ഇപ്പം ബീട്രൂട്ടൊന്നും അല്ലാതെ മെഴുക്കോട്ട് വെച്ചിട്ടോ അല്ലാതെയോ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ സാലഡ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പച്ചടി പോലെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ശരീരത്തിനകത്തോട്ട് ചെല്ലും കേട്ടോ. തൈരും അത്ര മോശമുള്ള സാധനം അല്ലല്ലോ. പിന്നെ ഓരോ സമയത്ത് കൊടുക്കുന്നതിന് വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ ചിലപ്പം പനിയോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കടുവൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുവും കുറച്ച് വറ്റമുളകും കറിവേപ്പില ഇടേണ്ടതാണ് കേട്ടോ. ഇവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് മാത്രം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. പച്ചടിക്ക് കറിവേപ്പില മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കടുവ് താളിച്ചിട്ടാൽ മാത്രം മതി. പിന്നെ നമുക്കൊന്ന് ഇളക്കി കൂടെ ഇട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പച്ചടി. എനിക്ക് സാധാരണ ഇങ്ങനെ ബീട്രൂട്ട് പച്ചടി ഒന്നും ഇഷ്ടമല്ലാത്തതാണ്, പക്ഷേ ഇന്ന് ഞാൻ വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഏട്ടന് നല്ല അഭിപ്രായം പറഞ്ഞു. കുഞ്ഞിന് പിന്നെ പിങ്ക് കളർ ഇഷ്ടമായതുകൊണ്ട് അവൾ കൂട്ടിക്കോളൂ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം രേഖപ്പെടുത്തും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ ബൈ ബൈ.